ഇന്നൊരു സെൽഫ് കെയർ ഡേ ആണേ. ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ചൊരു ദിവസം. എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, ബ്യൂട്ടി പാർലറിൽ പോകണം കേട്ടോ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ രാവിലെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ട് കണ്ണം വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വക കാര്യങ്ങളിലൊക്കെ മടി പിടിക്കുന്നത്. കാരണം അവനെ കൊണ്ട് പോകാനുള്ള അല്ലെങ്കിൽ അവനെ കൊണ്ട് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് ഓർത്തിട്ട്. എങ്കിലും ഇപ്പോൾ പുരുവൻ ത്രെഡ് ചെയ്തിട്ടൊക്കെ കുറേ ദിവസമായി, ത്രെഡ് ചെയ്യാതെ വയ്യ. എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് ഈ അടുത്തൊന്നും അങ്ങനെ വലിയ ഫംഗ്ഷനൊന്നും വരാനില്ല. അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം. നമുക്ക് വേണ്ടി കുറച്ച് പൈസയോ കുറച്ച് സമയമൊക്കെ മാറ്റി വയ്ക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല കേട്ടോ. തെറ്റില്ല എന്ന് മാത്രമല്ല, അത് വളരെ വളരെ നല്ല കാര്യമാണ്. അത് വേണം, എങ്കിലേ നമുക്കതൊരു എന്താ പറയുക, നമുക്കൊരു സംതൃപ്തി തോന്നുള്ളൂ. ഞാനിപ്പോൾ പുരുവൻ ത്രെഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും മുഖത്ത് ഫേഷ്യൽ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പുറമേ നിന്നുള്ളവർക്ക് അയ്യോ ഇത് വലിയ മാറ്റം ഇല്ലല്ലോ എന്ന് തോന്നിയാലും എനിക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടാറുണ്ട്, ഒരു സംതൃപ്തി അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസമൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. അതിന് വേണ്ടിയിട്ടെങ്കിലും ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. നമുക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ. അപ്പോൾ നമ്മളിന്ന് പരവംകുന്നിലുള്ള ഫെലിസ് പെറ്റൽസിലാണ് വന്നത്. ഞാൻ ഇവിടെയാണ് കുറേ നാളായിട്ട് എന്തുണ്ടെങ്കിലും ചെയ്യാൻ വേണ്ടി ഈ ബ്യൂട്ടി പാർലറിലാണ് വരുന്നത്. നല്ല കസ്റ്റമർ സർവീസാണ് കേട്ടോ ഇവിടുത്തെ കുട്ടികളൊക്കെ കൊള്ളാം, പിള്ളേരൊക്കെ കൊള്ളാം. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ കയറിയത് പുരുവൻ ത്രെഡ് ചെയ്യുന്നതിന് മുൻപാണേ. അത്യാവശ്യം നല്ല വളർന്നിട്ടുണ്ട് കേട്ടോ, പുരുവൻ നല്ല കട്ടിക്ക് വളർന്നിട്ടുണ്ട്. ഞാൻ തിന്നാക്കണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ അവർ അതുപോലെ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. ഇത് ചെയ്തതിന് ശേഷമാണ് നല്ല ഭംഗിയുണ്ടല്ലേ, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഞാനങ്ങനെ തിന്നാക്കണ്ട, നന്നായിട്ട് ഷേപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവരതുപോലെ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖം ഒന്ന് ക്ലീനപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മൂക്കിൻ തുമ്പിലും കവിളിൻ്റെ സൈഡിലൊക്കെ നിറയെ ബ്ലാക്ക് ഹെഡ്സ് ആയിരുന്നു കേട്ടോ. അവർ മാക്സിമം അതൊക്കെ എടുത്തു തന്നിട്ടുണ്ട് എനിക്ക്. അത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ പെഡിക്യൂർ ചെയ്യാനായിട്ടിരുന്ന കേട്ടോ. ഈ പൂജ ചേച്ചിയാണ് എനിക്കിന്ന് എല്ലാം ചെയ്തു തന്നെ കേട്ടോ. എൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് നോക്കിയത് പൂജ ചേച്ചിയാണ്. അവരൊരു രാജസ്ഥാനിയാണേ, പക്ഷേ ഇവിടെ കുറേ നാളായിട്ട് കേരളത്തിൽ തന്നെയുണ്ട്. മലയാളം അത്യാവശ്യം സംസാരിക്കും. അപ്പോൾ ഹിന്ദിയിലും മലയാളത്തിലും കൂടിയാണ് കേട്ടോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. നല്ലൊരു കൈൻഡ് പേഴ്സണാണ് ചേച്ചി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുടി സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക്, അതായത് ഒരു 7-8 മാസമായി, അപ്പോഴാണ് ചേച്ചി ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. നല്ല ഒരു ചേച്ചിയാണ്, നല്ല സംസാരിക്കുന്നതും ആ ചേച്ചിയുടെ ബിഹേവിയറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.